ക്ഷമിക്കണം, ആദ്യം തന്നെ ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് തുടങ്ങണം. കാര്യം ചെറിയൊരു ആരോഗ്യ പ്രശ്നമായി ഒരു ഹോസ്പിറ്റലിൽ അരമണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് കൃത്യസമയത്ത് എത്താതിരുന്നത്. ശരിക്കും ഈ കേരളത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും കഴിഞ്ഞ ഒരാഴ്ചയായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് എവിടെയാണ് ഈ ആഘോഷം നടക്കുന്നതെന്ന്. മലയാള സിനിമ മുഴുവൻ വന്നുപോയ ഇത്രയും വലിയൊരു ആഘോഷം ഈ അടുത്ത കാലത്തൊന്നും നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊട്ടാരക്കാർക്ക് ഒരു വലിയ കയ്യടി. ആഘോഷങ്ങളാണ് നമ്മൾ എപ്പോഴും ഒരുപാട് സന്തോഷം തരുന്നതും കൂടുതൽ ആവേശത്തോടെ ജീവിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എല്ലാം. അപ്പൊ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ എപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ നമ്മൾ മലയാളികൾ ഒരുമിച്ചാണ് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നത്. അതാണ് നമ്മുടെ പ്രത്യേകത. ഇപ്പൊ നമ്മൾ പറയണമല്ലേ, അന്യ സംസ്ഥാനത്ത് നിന്നൊക്കെ ആളുകൾക്ക് അത്ഭുതമാണ്, എങ്ങനെയാ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് ആഘോഷിക്കണേ. പക്ഷെ നമ്മൾ മലയാളികൾ ശീലിച്ചത് ഇങ്ങനെയാണ്. നമ്മൾ അമ്പലത്തിലെ ഉത്സവമായാലും പള്ളിയിലെ പെരുന്നാളായാലും എന്തായാലും നമ്മൾ ഒരുമിച്ചുണ്ടാവും. ഇനിയുള്ള കാലവും നമ്മൾ ഇങ്ങനെ തന്നെയായിരിക്കും. മലയാളി പൊളിയാണ് എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലും ഈ ആഘോഷം വലിയ രീതിയിലേക്ക് പോട്ടെ. വരും വർഷങ്ങളിൽ ഈ അമ്പലത്തിന്റെ ഉത്സവത്തിന് ഞങ്ങളെപ്പോലെയുള്ള എല്ലാവർക്കും ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട അജിത്തേട്ടൻ വലിയൊരു മാതൃകയാണ്. സ്വന്തം നാടിനെയും നാട്ടുകാരെയും ഇത്രയും സ്നേഹിച്ച് അവർക്ക് വേണ്ടി അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നു. അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്സവത്തിന്റെ ഭാഗമായി വന്നതെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ വന്നു പോയ എല്ലാവരും തുറന്ന് സമ്മതിക്കും. അപ്പൊ ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റിയതിലും ഒക്കെ ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഇത്രയും വലിയൊരു അവസരം കിട്ടിയപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയണം. എന്തായിരിക്കും നിങ്ങൾക്ക് ഏകദേശം ധാരണയുണ്ടാവും. അജിത്തേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ അഭിനയിച്ച സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. വളരെ മികച്ച അഭിപ്രായങ്ങളായിട്ടാണ് ആ സിനിമ തിയേറ്ററുകളിൽ ഇന്നലെയാണ് റിലീസായത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നിങ്ങൾക്ക് കുട്ടികളുള്ളവർ, അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നവർ ഒരുമിച്ച് കുട്ടികളായി, അച്ഛനമ്മമാരായി, അപ്പൂപ്പന്മാരുമായി, മുത്തശ്ശനും മുത്തശ്ശിയുമായി പോയി ഒരുമിച്ച് കാണേണ്ട ഒരു സിനിമയാണെന്നാണ് കണ്ട എല്ലാവരും പറയുന്നത്. അതൊന്ന് തിയേറ്ററിൽ പോയി അന്വേഷിച്ചു നോക്കൂ, അങ്ങനെ തന്നെയാണോ എന്ന്. അപ്പൊ ആ സിനിമ കാണുക. ഇനിയും എങ്ങനെ അവസരം കിട്ടിയാലും കൊട്ടാരക്കരയിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ആഘോഷിക്കുന്നതായിരിക്കും. മലയാള സിനിമയ്ക്കും കേരളത്തിനും കൊട്ടാരക്കര സംഭാവന ചെയ്ത എല്ലാ കലാകാരന്മാരെയും ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് നിങ്ങളോട് നന്ദി പറയുന്നു. വീണ്ടും കാണുന്നത് വരെ വണക്കം. വളരെ നന്ദി ആസിഫിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു കൈയടി കൊടുക്കണം. ഇത്രയും ദൂരം ഇത്രയും നേരം വളരെ ബുദ്ധിമുട്ടുള്ള കണ്ടീഷനാണ് ഇവിടെ വന്നല്ലോ. ആസിഫിക്ക